രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. മതാടിസ്ഥാനത്തിലുള്ള ജില്ലാ വിഭജനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? മതാടിസ്ഥാനത്തിലുള്ള ജില്ലാ വിഭജനം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിൽ ഏത് ജില്ല ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകുന്നു എന്നതാണോ മതാടിസ്ഥാനത്തിലുള്ള ജില്ലാ വിഭജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ ബാക്കി ജില്ലകളിലെല്ലാം ഒരു മതത്തിനും ഭൂരിപക്ഷം ഇല്ലാത്ത ജില്ലകളാണോ? മലപ്പുറം മാറ്റി നിർത്തി ബാക്കി ജില്ലകൾ എടുക്കുക. ബാക്കി ജില്ലകൾ ഏതോ ഒരു മതത്തിന് ഭൂരിപക്ഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിങ്ങനൊരു ലോ ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനൊരു നോം ഉണ്ടോ? ഈ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഭൂരിപക്ഷമുള്ള ജില്ലകളെ രൂപീകരിക്കാൻ പാടുള്ളൂ, അങ്ങനെ ഒന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ വയനാട് ജില്ല രൂപീകരിക്കുമ്പോൾ ഏതോ ഒരു മതവിഭാഗത്തിനോട് ഭൂരിപക്ഷമായിരിക്കുമല്ലോ. കേരളത്തിൻ്റെ കോൺടെക്സ്റ്റ് പറഞ്ഞാൽ ഹിന്ദുക്കളാണ്. പത്തനംതിട്ടയാണെങ്കിലും ഇടുക്കിയാണെങ്കിലും വയനാടാണെങ്കിലും കാസർഗോഡാണെങ്കിലും ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടവർ ഭൂരിപക്ഷമുള്ളതാണ്. അതിന് കുഴപ്പമില്ലേ? അപ്പോൾ അത് മതാടിസ്ഥാനത്തിലുള്ള ജില്ലാ വിഭജനമല്ലേ? കോഴിക്കോട് ജില്ലയിൽ നിന്നൊക്കെ കുറേ ഭാഗങ്ങൾ ചേർത്തിട്ടാണല്ലോ ഈ വയനാട് ഉണ്ടാക്കുന്നത്. കണ്ണൂർ ജില്ല വിഭജിച്ചിട്ടാണല്ലോ കാസർഗോഡ് ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഭൂരിപക്ഷം. അത് മതാടിസ്ഥാനത്തിലുള്ള ജില്ലാ വിഭജനമാണോ അല്ലയോ? ഇക്കാര്യം രാജീവ് ചന്ദ്രശേഖറും RSSൻ്റെയും BJPയുടെയും നേതാക്കളും വ്യക്തമാക്കണം. മലപ്പുറത്തിൻ്റെ കാര്യം വരും. മലപ്പുറത്ത് എന്താണ് അവർ പറയുന്ന വിഷയം? മലപ്പുറത്ത് ഇപ്പോൾ ഒരു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് മാനേജ് ചെയ്യാൻ പറ്റാത്ത അത്രയും വൈപുല്യം, ജിയോഗ്രഫിക്കലി തന്നെ അത് അത്രയും വിപുലമാണ്. പോപ്പുലേഷൻ വെച്ചിട്ടും അത് വളരെ വലുതാണ്, മാനേജ് ചെയ്യാൻ പറ്റാത്ത വിധം വലുതാണ്. എന്ന് മാത്രമല്ല വേറെ റെപ്രസെൻറ്റേഷൻ പ്രശ്നം. ഇപ്പോൾ യുവജനോത്സവം നടക്കുകയാണ്. സംസ്ഥാനത്ത് ഏറ്റവും അധികം കുട്ടികളുള്ള ജില്ലയാണ്, സ്കൂൾ വിദ്യാർത്ഥികളുള്ള ജില്ലയാണ് മലപ്പുറം. അവിടെ നിന്ന് പോകുന്ന ഇത്രയും വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് ഒരു ഐറ്റത്തിനും പങ്കെടുക്കുന്ന ആരാണ്? ഒരാളായിരിക്കുമല്ലോ. അതിൻ്റെ പകുതിയുടെ പകുതി ആളുകളുള്ള വിദ്യാർത്ഥികളുടെ ജില്ലയിൽ നിന്ന് ആര് പോകുന്നുണ്ട്? ഒരാൾ പോകുന്നുണ്ട്. അപ്പോൾ റെപ്രസെൻറ്റേഷൻ്റെ പ്രശ്നം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയിട്ട് സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു സംഗതിയാണ് ജില്ലകൾ വിഭജിക്കുക, താലൂക്കുകൾ വിഭജിക്കുക എന്ന് പറയുന്നത്. അത് മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ കുറച്ച് മുമ്പാണ് നെടുമങ്ങാട് കേന്ദ്രീകരിച്ച് ജില്ല രൂപീകരിക്കണം എന്ന് ആ പ്രദേശത്തുള്ള ഒരു സംഘം ആവശ്യപ്പെട്ടത്. നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച്. മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് ജില്ല വേണം. മൂവാറ്റുപുഴ, പിറവം, കോതമംഗലം ഭാഗങ്ങളും തൊടുപുഴയുടെ ഭാഗങ്ങളും കൂട്ടിച്ചേർത്തിട്ട് ജില്ല വേണമെന്നത് ദീർഘകാലമായുള്ള ആവശ്യമാണ്. നമ്മുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന മരിച്ചുപോയ D. ബാബുപോൾ സാറ് തന്നെ അതേക്കുറിച്ച് എഴുതുകയും അദ്ദേഹം എനിക്കൊന്ന് സർക്കാരിനൊരു അത് സംബന്ധമായ ഒരു പഠന റിപ്പോർട്ട് തന്നെ നൽകിയതായിട്ടാണ് എൻ്റെ ഓർമ്മ. അതേക്കുറിച്ച് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ പുള്ളി അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യം. അപ്പോൾ മൂവാറ്റുപുഴക്കാരെ സംബന്ധിച്ചിടത്തോളം മൂവാറ്റുപുഴയും കോതമംഗലത്തുള്ള ആളുകൾക്ക് അവർ എല്ലാ കാര്യങ്ങൾക്കും കാക്കനാട് വരിക, അവർ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ വരിക എന്നുള്ളതിൽ പ്രയാസമുണ്ട്. കാക്കനാട്ടിൽ ഇരിക്കുന്ന ആളുകൾക്ക് കോതമംഗലത്തും ഭൂതത്താങ്കട്ടിലുള്ള കാര്യങ്ങൾ അതും മാനേജ് ചെയ്യുക എന്നുള്ളതും പ്രയാസമുണ്ട്. വളരെ സ്വാഭാവികമായ കാര്യമാണ്. ഇന്ത്യയിലാകട്ടെ ജില്ലകൾക്ക് നമുക്ക് അങ്ങനെ ഒരു കൃത്യമായ സീലിംഗ് ഒന്നുമില്ല. ഒരു ജില്ലയ്ക്ക് ഇത്ര വിസ്തൃതി ഉണ്ടാകാൻ പാടുള്ളൂ, ഇത്ര ജനസംഖ്യ ഉണ്ടാകാൻ പാടുള്ളൂ, ഇത്ര ഉണ്ടായിരിക്കണം. പലതരം ഘടകങ്ങൾ അതിനകത്ത് ആശ്രയിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അതിനകത്ത് പ്രധാനമായി വരും. ആക്സസ് ഇപ്പോൾ കേരളം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ 14 ജില്ലകളാണുള്ളതെങ്കിലും കേരളം എന്ന് പറയുന്ന ഈ ഭൂപ്രദേശത്ത് 15 ജില്ലകളുണ്ട്. ഈ മാഹി കൂടെ നമ്മൾ ചേർക്കുകയാണ്. മാഹി എന്ന് പറയുന്നത് പോണ്ടിച്ചേരി സ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ജില്ലയാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും 1.5 ലക്ഷമാണ് അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ജിയോഗ്രഫിക്കലിയും പോപ്പുലേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലകളിലൊന്നാണ് മാഹി. അവരൊരു ജില്ലയായിട്ട് അവിടെ നിൽക്കുകയാണ്. പക്ഷേ തൊട്ടപ്പുറത്തുള്ള കണ്ണൂർ വലിയ ജില്ലയാണ്. കണ്ണൂർ ജില്ല വിഭജിക്കണം, തളിപ്പറമ്പോ പയ്യന്നൂരോ കേന്ദ്രീകരിച്ച് ഒരു പുതിയ ജില്ല വേണമെന്നുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ സ്വാഭാവികമായി നടക്കുന്നൊരു പ്രക്രിയയെ അതിന് എന്തോ ഒരു ഗുരുതര പാതകമായിട്ട് കാണുക, അതേക്കുറിച്ച് സംസാരിക്കുന്നതിന് അത് തീവ്രവാദമാണ്, അത് വിഘടനവാദമാണ്. ഇത് വിഘടനവാദമാണെന്ന് പറയുന്നത് RSS മാത്രമല്ല കേട്ടോ. കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെമിനാറിൽ മലപ്പുറം ജില്ലാ വിഭജനത്തെക്കുറിച്ചുള്ള ആവശ്യത്തെ തീവ്രാശയമായിട്ട് അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തും വലതുപക്ഷത്തും പുരോഗമനപക്ഷത്തും മധ്യപക്ഷത്തുമുള്ള ആളുകളൊക്കെ മുസ്ലിങ്ങൾ ഉള്ള പ്രദേശത്ത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് രൂപീകരിക്കുന്നത് ഗുരുതരമായ പാതകമായി കാണുന്നു എന്നൊരു വിചിത്രമായൊരു സംഗതിയാണ് ഇതിനകത്തുള്ളത്.